മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ അവിചാരിതം. അച്ഛാ, ജയരാമനെ പിടിച്ചുളിച്ച് ചാരുത നിലവിളിച്ചു കരഞ്ഞു. പാതി കസേരയിലും പാതി നിലത്തുമായി ജയരാമൻ കിടന്നു. അമ്മുവച്ചി, ചാരുതയുടെ കരച്ചിൽ കേട്ട് അമൃത അങ്ങോട്ടോടി. അതിനകം സഞ്ജുവും ഗോപാൽജിയും അവിടെ എത്തിയിരുന്നു. മണ്ഡപത്തിനു മുന്നിൽ എരിയുന്ന അഗ്നിസ്തൂപം കണക്കെ മൃദുല തരിച്ചു നിന്നു. നിലത്ത് മുട്ടുകുത്തി നിന്ന് സഞ്ജു വെള്ളം ജയരാമന്റെ മുഖത്ത് കുടഞ്ഞു. അയാളെ പിടിച്ചുലച്ചു. ഗോപാൽജി കസേര മാറ്റി അയാളെ താഴെ കിടത്തി. അങ്കിളേ, അച്ഛാ. അമൃത അടുത്തിരുന്ന് ജയരാമന്റെ മുഖത്ത് പിടിച്ചു. വീണ്ടും വെള്ളം മുഖത്ത് വീണപ്പോൾ ഇമകൾ ചലിച്ചു. പതുക്കെ ജയരാമൻ കണ്ണു തുറന്നു. മണ്ഡപത്തിൽ നിന്ന് എഴുന്നേറ്റ മഹേഷ് ധൃതിയിൽ താഴെ ഇറങ്ങാൻ തുനിഞ്ഞതും ഭദ്രൻ അവന്റെ മുന്നിൽ കയറി തടഞ്ഞു. നീ എവിടെ പോകുന്നു? അവിടെ നിൽക്ക്. അവൾ വിളിച്ചു പറഞ്ഞതിന്റെ വാസ്തവം അറിഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് അനങ്ങിയാ മതി. ഭദ്രൻ അലറി. മാറടാ മുമ്പീന്ന്. മഹേഷ് ചീറി. നീ പോവില്ലടാ. ഈ നിൽക്കുന്ന ആളുകൾ നിന്നെ വിട്ടിട്ട് വേണ്ടേ? ഒരു പെണ്ണ് ഇറങ്ങി വന്ന് അവളുടെ അമ്മയെ കെട്ടാൻ പറയണമെങ്കിൽ അതിലൊരു കാര്യമുണ്ടാവും. അത് ഞങ്ങൾക്കറിയണം. ജയരാമൻ ക്ഷണിച്ചു വരുത്തിയവരാ ഞങ്ങളൊക്കെ. ആളുകൾ തള്ളി മുന്നോട്ട് വരുന്നത് മഹേഷ് കണ്ടു. അവിടെ നടക്കുന്നതൊന്നും മൃദുല അറിഞ്ഞില്ല. അവളുടെ കാതുകൾ കുട്ടിയടഞ്ഞുപോയി. തലയ്ക്കുള്ളിൽ ഒരു മുരൾച്ച മാത്രമാണ്. ശരീരം വെന്തെരിയുകയാണ്. സഞ്ജു ജയരാമനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ ഗ്ലാസ്സിലെ വെള്ളം അയാളുടെ ചുണ്ടോട് ചേർത്ത് കൊടുത്തു. അയാൾ കുറച്ച് വെള്ളം കുടിച്ചു. അവിടെ നിന്നു മഹേഷ് ആ കാഴ്ച കണ്ടു. നീ ജയരാമനെ ചാരുപടിയിൽ കൊണ്ടിരുത്ത്, ഗോപാൽജി മകനോട് പറഞ്ഞു. ആളുകളെ തള്ളി മാറ്റി ബാധ കയറിയതുപോലെ മണിയമ്മ പാഞ്ഞു വന്നു. മാറങ്ങോട്ട്. അവർ മുന്നോട്ട് വന്ന് അമൃതയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഒരുമ്പെട്ടോളെ, വാടി ഇങ്ങോട്ട്. ഈ നിൽക്കുന്ന സകലരുടെയും മുമ്പിൽ വെച്ച് നീ പറയണം, നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ? വിട തള്ളേ. അമൃത അവരുടെ കൈ തട്ടി എറിഞ്ഞു. അവൾ മൃദുലയുടെ നേരെ ചെന്നു. ആളുകൾക്കിടയിലെ സംസാരം നിലച്ചു. അമൃത മൃദുലയുടെ നേരെ വിരൽ ചൂണ്ടി. ഞങ്ങളെയും ഞങ്ങളുടെ അച്ഛനെയും ചതിക്കുകയായിരുന്നു ഈ സ്ത്രീ. നിങ്ങളെല്ലാം അറിയണം. ഞങ്ങളുടെ അച്ഛൻ മരുഭൂമിയിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഈ സ്ത്രീയുടെ പേരിൽ അയച്ചു കൊടുത്തു. എന്റെ പഠിപ്പിനു വേണ്ടി അച്ഛൻ കരുതി വെച്ചതും ഈ വീടും പറമ്പുമെല്ലാം ഇവരുടെ പേരിലായിരുന്നു. നാട്ടിലെത്തുമ്പോൾ 1 രൂപ പോലും അച്ഛൻ്റെ പേരിലില്ലായിരുന്നു. അതൊരു പേക്കിനാവ് പോലെയാണ് മൃദുലയ്ക്ക് തോന്നിയത്. കൊടും കാട്ടിലൂടെ താൻ ഓടുകയാണ്. കടിച്ചു കീറാൻ പിന്നാലെ പായുന്ന വേട്ടനായ്ക്കൾ. ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന ഇയാളുമായി ഇവൾ പ്രണയത്തിലായി. ഇവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 60 ലക്ഷം രൂപ ബിസിനസ് തുടങ്ങാൻ ഈ സ്ത്രീ ഇയാൾക്ക് കൊടുത്തു. ആ പണം കൊണ്ട് ഇയാൾ പരസ്യ കമ്പനി തുടങ്ങിയത്. മണിയമ്മയിൽ ശക്തമായി നടുക്കമുണ്ടായി. കരുതിക്കൂട്ടി നടത്തിയ ചതിയാണെന്ന് മഹേഷിന് വ്യക്തമായി. എവിടെയാണ് പിഴച്ചു പോയതെന്ന് അവന് മനസ്സിലായില്ല. അച്ഛൻ തിരിച്ചു വരുമ്പോൾ 1 രൂപ പോലും ഇവർ ബാക്കി വെച്ചില്ല. അതുമാത്രമല്ല, ഇയാൾക്ക് സിനിമ പിടിക്കാൻ ഈ സ്ത്രീ വീടും പറമ്പും ആർക്കോ പണയപ്പെടുത്തി 3 കോടി രൂപ കൊടുത്തു. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. അതിനെല്ലാം തെളിവുണ്ട്. ആ തീജ്വാലയിൽ മൃദുല വെന്തുരുകി. അനാവശ്യം പുലമ്പുന്നോടി. എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? മഹേഷ് പൊട്ടിത്തെറിച്ചു. പച്ചക്കള്ളമ്മ ഇവൾ വിളിച്ചു കൂവുന്നത്. ഈ സ്ത്രീയെ ഞാൻ എൻ്റെ അമ്മയെപ്പോലെയാ കരുതുന്നത്. ഇവൾ മറ്റാരുമായോ പ്രേമത്തിലാ. ഇവളുടെ എതിർപ്പ് മറികടന്ന വീട്ടുകാർ വിവാഹ നിശ്ചയത്തിന് തുനിഞ്ഞത്. ഇവളുടെ അച്ഛൻ കാല് പിടിച്ചിട്ടാ ഇവളെ സമ്മതിച്ചത്. വിവാഹ നിശ്ചയം മുടക്കാനുള്ള അടവാ ഇവൾ പയറ്റുന്നത്. ആരും വിശ്വസിക്കരുത്. മഹേഷ് തിരിച്ചടിച്ചു. തെളിവ് ഞാൻ തരാം. മൃദുല എന്ന സ്ത്രീയുടെ അക്കൗണ്ടിൽ നിന്ന് മഹേഷ് എന്ന ഇയാളുടെ അക്കൗണ്ടിലേക്ക് പോയ 3 കോടി 60 ലക്ഷം രൂപയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം. മഹേഷ് പതറി. സഞ്ജു മുന്നോട്ട് വരുന്നത് മഹേഷ് കണ്ടു. കയ്യിലിരുന്ന കടലാസ് അവൻ അമൃതയ്ക്ക് കൊടുത്തു. ഇത് ഈ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റാ. നിങ്ങൾ ഇതൊന്ന് നോക്ക്. ആർക്കു വേണമെങ്കിലും നോക്കാം. മെമ്പർ ശശാങ്കന്റെ കയ്യിലാണ് അവൾ കടലാസുകൾ കൊടുത്തത്. വായിച്ചു നോക്ക് അങ്കിളെ. ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അങ്കിള് പറ. മൃദുല ചുണ്ടുകൾ കടിച്ചമർത്തി കരഞ്ഞു. അവനോട് ചെന്ന് ചോദിക്കും മനുഷ്യ. മഞ്ജു രമേശിനെ മുന്നോട്ട് തള്ളി. രമേശൻ മഹേഷിന്റെ അടുത്തു വന്നു. അളിയ, ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? നുണയ ഇവൾ പറയുന്നത്. ജയരാമനെ വിളിച്ചിറക്കി ചോദിക്ക്. ഞാൻ ആരുടെ പണവും അപഹരിച്ചിട്ടില്ല. കടലാസുകൾ മറിച്ചു നോക്കിയ ശശാങ്കൻ പറഞ്ഞു. കുട്ടി പറയുന്നത് സത്യമാ. ക്യാഷിന്റെ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. ഇനിയും തെളിവുണ്ടെങ്കിലേ ഇതൊന്ന് കാണിച്ചു കൊടുക്ക്.
അവൾ സഞ്ജുവിനോട് പറഞ്ഞു. സഞ്ജു ഫോൺ എടുത്ത് CCTV ക്യാമറ പകർത്തിയ വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് ശശാങ്കന്റെ കയ്യിൽ കൊടുത്തു. അതെന്ത് തെളിവെന്ന് മനസ്സിലാവാതെ മഹേഷ് നിന്നു. ഇയാളും ഈ സ്ത്രീയും എല്ലാം നിഷേധിക്കുമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ CCTV ക്യാമറ വെച്ച് പിടിച്ച ഇവരുടെ രംഗമായത്. മഹേഷിന് തല ചുറ്റുന്നത് പോലെ തോന്നി. ഏത് നിമിഷവും നിലത്ത് കുഴഞ്ഞു വീഴുമെന്ന നിലയിലായി മൃദുല. ശശാങ്കന്റെ ചുറ്റും ആളുകൾ തള്ളിക്കയറി. രമേശന് ഓടി വന്നു. മഹേഷും മൃദുലയും സംസാരിക്കുന്നതും അവൻ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നതും രണ്ടുപേരും നിലത്ത് വീണ് കിടക്കുന്നതും പലതവണ പ്ലേ ചെയ്ത് കണ്ടു. ഭദ്രൻ മഹേഷിന്റെ നെഞ്ചിൽ തള്ളി. നീ എന്താടാ കരുതിയത്? എല്ലാ കാലവും ഇത് വെച്ച് നടത്താമെന്നോ? ജയരാമന്റെ മക്കളെ തിന്നേണ്ട മുതല നീ കൊണ്ടുപോയത്. കണ്ണുകളിൽ ഇരട്ട് കയറി മഹേഷ് നിന്നു. എന്താ അമ്മയെ കേൾക്കുന്നത്? പതർച്ചയോടെ മഞ്ജു ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല. എന്റെ ദൈവമേ, മണിയമ്മ കരഞ്ഞു. ഇവിടെ വെച്ച് എല്ലാവരും കൂടി ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അവൻ വിഴുങ്ങിയ ജയരാമന്റെ സമ്പാദ്യമെല്ലാം തിരിച്ചു വാങ്ങി കൊടുക്കണം. മരുഭൂമിയിൽ ചെന്ന് കിടന്ന് അവൻ അധ്വാനിച്ചുണ്ടാക്കിയത് കൈയും കെട്ടിയിരുന്ന ഒരുത്തൻ വെച്ച് അനുഭവിക്കാൻ സമ്മതിച്ചുകൂടാ. ഇവളെ ഇവന്റെ കൂടെ കെട്ടിച്ചു വിടണം. ഭദ്രൻ ഉറക്കെ പറഞ്ഞു. ജയരാമനെ വിളിക്ക്. ആരോ വിളിച്ചു പറഞ്ഞു. എന്തിനാ ജയരാമനെ വിളിക്കുന്നത്? കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമായതല്ലേ? ഇവളത് എതിർത്ത് എന്തെങ്കിലും പറഞ്ഞോ? അവൾ നിഷേധിക്കട്ടെ. മൃദുല ശബ്ദിച്ചില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വത്തും പണവും ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അതൊക്കെ കയ്യിൽ കിട്ടാൻ വേണ്ടിയാ ഞങ്ങൾ ഇതുവരെ കാത്തിരുന്നത്. അല്ലായിരുന്നെങ്കിൽ എന്നെ ഈ സ്ത്രീയെ അടിച്ചിറക്കി വിട്ടേനെ. അമൃതയുടെ ഒച്ചയുയർന്നു. മൃദുലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. മുഖമുയർത്താനുള്ള ശക്തി അവൾക്കുണ്ടായിരുന്നില്ല. മരിച്ചു വീണെങ്കിലെന്ന് അവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ആൾക്കൂട്ടത്തിന് നടുവിൽ നഗ്നയാക്കപ്പെട്ടതുപോലെ അവൾ തല കുമ്പിട്ട് നിന്നു. സ്വത്തും പണവും തിരിച്ചു കിട്ടിയെന്നോ? ഭദ്രൻ ചോദിച്ചു. അതേ ഭദ്രൻ മാമി. അച്ഛന് അബുദാബി ലോട്ടറി ടിക്കറ്റിന് സമ്മാനമടിച്ചെന്ന് നിങ്ങളിൽ ചിലരൊക്കെ കേട്ട് കാണും. അത് ഞങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കഥയാ. ഒരു ലോട്ടറിയും അച്ഛന് കിട്ടിയിട്ടില്ല. മഹേഷിനൊരു ഉൾക്കിടലമുണ്ടായി. ലോട്ടറിയുടെ പണം കിട്ടിയാൽ 7 കോടി രൂപ ഇയാൾക്ക് വെറുതെ കൊടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. അതിൽ ഇയാൾ വീണു. നിങ്ങൾ കരുതുന്നത് പോലെ അച്ഛന് ഗൾഫിൽ വെച്ച് കടബാധ്യതയൊന്നുമില്ല. ചിട്ടി നടത്തിയ കഥകളൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ. ആരെയും പറ്റിച്ചല്ല അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നത്. തുടർന്നുള്ള അമൃതയുടെ ഓരോ വാക്കും മഹേഷിനെ ദഹിപ്പിച്ചു കളഞ്ഞു. ഒന്നൊന്നായി അമൃത എല്ലാ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു. കണ്ടും കേട്ടും ഗോപാൽജിയും ഇന്ദിരാദേവിയും നിന്നു. മുഖാമുഖം നോക്കി ജനക്കൂട്ടം ഒച്ചയെടുത്തു. ഈ നിൽക്കുന്ന ഭദ്രൻ മാമിയാണ് അച്ഛനെ ഒരിക്കൽ കൊല്ലാൻ നോക്കിയതെന്ന് നിങ്ങളും വിശ്വസിച്ചിരുന്നു. സത്യം അതല്ല. ഇയാളും ഈ സ്ത്രീയും ചേർന്നാണ് വാടക കൊലയാളിയെ വെച്ച് അച്ഛനെ കൊല്ലാൻ നോക്കിയത്. ഞങ്ങളത് പുറത്തു പറയാതിരുന്നത് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഭദ്രന്റെ കൈ മഹേഷിന്റെ കവളിൽ വീണു. കറങ്ങിപ്പോയ മഹേഷിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ഭദ്രൻ ഉയർത്തി. നീയാണല്ലേടാ എന്നെ കൊടുക്കാൻ നോക്കിയത്? മഹേഷ് അയാളുടെ കൈ വിടുവിക്കാൻ ശ്രമിച്ചിട്ടും ആരും മുന്നോട്ട് വന്നില്ല. ഭദ്രൻ മഹേഷിനെ വലിച്ച് താഴെ ഇറക്കിയിട്ട് ആക്രോശിച്ചു. ഇവിടെ വെച്ച് ഇവന്റെയും ഇവളുടെയും കെട്ട് നടത്തണം. മെമ്പർ ശശാങ്കൻ മുന്നോട്ട് വന്നു. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവനെ വിട്. ഭദ്രൻ മഹേഷിനെ മൃദുലയുടെ നേരെ തള്ളി. മൃദുലയുടെ ദേഹത്ത് ചെന്നിടിക്കാതെ മഹേഷ് ബാലൻസ് ചെയ്തു നിന്നു. നിങ്ങളുടെ സ്വത്തും പണവും നിങ്ങൾക്ക് കിട്ടി. ഇനി ഇവരുടെ കാര്യത്തിൽ ജയരാമനാണ് തീരുമാനമെടുക്കേണ്ടത്. അതല്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല. ഭാര്യയെ വേണോ വേണ്ടയോ എന്ന് ജയരാമൻ പറയട്ടെ. വേണ്ടെങ്കിൽ ജയരാമന് കോടതിയിൽ പോകാം. അതല്ലാതെ ആരും ആവേശം കൊണ്ടിട്ട് കാര്യമില്ല. മെമ്പർ ശശാങ്കൻ ഉറക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ സ്ത്രീ ആരുമല്ല. ഇവരെ അമ്മി എന്ന് വിളിക്കാനും ഞങ്ങൾക്ക് പറ്റില്ല. ഈ സ്ത്രീയുള്ള വീട്ടിൽ ഞങ്ങൾ നിൽക്കത്തുമില്ല. അറപ്പാ ഞങ്ങൾക്ക് ഇവരോട്. അമൃത ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആളുകളെ തള്ളിമാറ്റി മഹേഷ് മുന്നോട്ട് നടന്നു. അവനെ ആരും തടഞ്ഞില്ല. പിന്നാലെ കരഞ്ഞുകൊണ്ട് മണിയമ്മയും രമേശും മഞ്ജുവും നടന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി അവർക്ക്. മഹേഷിന് മുന്നിലേക്ക് സഞ്ജു വന്ന് നിന്നു. എടാ ചെറ്റേ, നീ ആരാന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. ഇനി ഞാൻ ആരാന്ന് കേട്ടിട്ട് നീ പോ. ഞാനാണടാ സഞ്ജു, BDO ഗോപാൽജിയുടെ മകൻ സഞ്ജു ഗോപാൽ. മഹേഷ് അവനെ തുറച്ചു നോക്കി. സഞ്ജുവിന്റെ അടുത്തേക്ക് മീശത്തുമ്പ് പിരിച്ചുകൊണ്ട് ഗോപാൽജി വന്നു നിന്നു. ഓർമ്മയുണ്ടോടാ എന്നെ? ഒരിക്കൽ നീ എന്നെ കാണാൻ വന്നിരുന്നു. ഗോപാൽജി ചിരിച്ചു. നിന്നെ ഇങ്ങനെയൊരു വാരിക്കുഴിയിൽ കൊണ്ടുവന്ന് വീഴ്ത്തിയത് ഞാനാ. അതിനു വേണ്ടിയാ നിന്റെ ലൊക്കേഷനിൽ ഞാൻ വന്നത്.
നിന്നെപ്പറ്റി എല്ലാം സോനുവിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇനി നീ ചെന്ന് വീഴാൻ പോകുന്നത് അവളുടെ അങ്കിൾ ഒളിമ്പ്യൻ ചെയിന്തിന്റെ ഉരുക്ക് കയ്യില. 1.5 കോടിയാ നീ അവരെ പറ്റിച്ചെടുത്തത്. ആൾക്കൂട്ടം അവിടെ വലയം തീർത്തു. ഭദ്രൻ മാമേ, ഈ സ്ത്രീയെ അയാളുടെ കൂടെ പറഞ്ഞുവിട്. അമൃതയുടെ സ്വരമുയർന്നു. ഇറങ്ങിപ്പോ ഞങ്ങളുടെ വീട്ടീന്ന്. നിങ്ങൾ ഞങ്ങൾക്കിനി കാണണ്ട. എങ്ങോട്ടെങ്കിലും പോ. മൃദുലയുടെ മുന്നിലേക്ക് പാഞ്ഞു വന്നത് ചാരുതയായിരുന്നു. അമൃത അവളെ പിടിച്ചു നിർത്തി. പോ, ഇവിടുന്ന് ഇറങ്ങിപ്പോ. അമൃതയുടെ കൈകളിൽ കിടന്ന് ചാരുത അലമുറയിട്ടു. മക്കൾക്ക് വേണ്ടിയെങ്കിൽ പിന്നെ എന്തിനാ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇവൾ എവിടെയെങ്കിലും പോയി ചത്താൽ ജയരാമൻ സമാധാനം പറയേണ്ടി വരും. മഹേഷും കൂട്ടരും കാറിലേക്ക് കയറുന്നത് കണ്ട് ഭദ്രൻ കൈ ഉയർത്തി. അവനെ വിടരുത്. ഇവളെ അവന്റെ കൂടെ കയറ്റിവിടണം. വാടി ഇങ്ങോട്ട്. ഭദ്രൻ മൃദുലയുടെ കയ്യിൽ കടന്നു പിടിച്ച് മുന്നോട്ട് വലിച്ചു. നീ അവന്റെ കൂടെ പോയിക്കോടി. നിന്നെ നിന്റെ മക്കൾക്ക് വേണ്ടെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഭദ്ര, വേണ്ട. മെമ്പർ ശശാങ്കൻ വിലക്കി. പിന്നെ നിങ്ങൾ കൊണ്ടുപോവോ ഇവളെ? ഇവളെ പിള്ളേര് ഈ വീട്ടിൽ കേട്ടില്ല. ഇവൾ ആത്മഹത്യ ചെയ്ത നിങ്ങൾ സമാധാനം പറയൂ. ശശാങ്കൻ ഉത്തരം മുട്ടി. ഭദ്രൻ മൃദുലയെ മുന്നോട്ട് കൊണ്ടുപോയി. മൃദുല പ്രതിരോധിക്കാതെ കൂടെ നീങ്ങി. കാറിന്റെ പിന്നിലെ ഡോർ വലിച്ചു തുറന്ന് ഭദ്രൻ മൃദുലയെ അകത്തേക്ക് തള്ളിക്കയറ്റി. അയാൾ ഡോർ വലിച്ചടച്ചു. മുന്നിലെ ഡോർ ഭദ്രൻ വലിച്ചു തുറന്നു. അരയിൽ നിന്ന് കത്തി വലിച്ചൂരി അവിടെ ഇരുന്ന മഹേഷിന്റെ കഴുത്തിൽ കൊണ്ടുവച്ചു. നീ ഇവളെ വഴിക്കെങ്ങാനും ഇറക്കി വിട്ടാൽ നിന്നെ ഞാൻ കുത്തി മലർത്തും. എനിക്ക് നിന്നോടൊരു കണക്ക് തീർക്കാനുണ്ടെന്ന കാര്യം നീ മറന്നു കളയണ്ട. ഇവൾ നിന്റെ വീട്ടിലെത്തണം. പിന്നെ നീ ഇവളെ കൊല്ലുകയോ കൂടെ പൊറപ്പിക്കുകയോ ചെയ്തോ ആരും ചോദിക്കാൻ വരില്ല. മറിച്ച് നീ ചെയ്താൽ നിന്നെ തീർത്തിട്ട് ഞാൻ ജയിലിൽ പോകും. കീരിപ്പാറ ഭദ്രനാ പറയുന്നത്. കൊണ്ടുപോയിക്കോടാ. ഭദ്രൻ പിന്നോട്ട് മാറി കാലുകൊണ്ട് തൊഴിച്ചു ഡോർ അടച്ചു. പിന്നിലേക്കെടുത്ത് കാർ പുറത്തേക്ക് പോയി. ഗേറ്റ് കടന്ന് റോഡിലിറങ്ങി പാഞ്ഞുപോയി. ഒരു കൊടുങ്കാറ്റ് ശമിച്ചതുപോലെ കൂടി നിന്നവർക്ക് തോന്നി. ആർക്കും പിരിഞ്ഞു പോകാൻ തോന്നിയില്ല. ഋഷിനാരദ മംഗലത്തെന്നല്ല, കേട്ട് കേൾവി പോലുമില്ലാത്ത ഒരു സംഭവത്തിന് ദൃക്സാക്ഷികളായതിന്റെ അമ്പരപ്പിലായിരുന്നു നാട്ടുകാർ. ആരും പോകരുത്. ജയരാമൻ നിശ്ചയിച്ച ചടങ്ങ് ഇവിടെ നടക്കും. ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി. തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ എല്ലാവരും കണ്ടു. നാട്ടുകാർക്ക് അയാൾ അപരിചിതനായിരുന്നു. ഭദ്രൻ മുന്നോട്ട് ചെന്നു. ഞാൻ ഗോപാൽജി. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്. എന്റെ മകൻ സഞ്ജുവും ജയരാമന്റെ മകൾ അമൃതയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഇവിടെ വെച്ച് നടക്കും. ചാരുപടിയിൽ തളർന്നിരുന്ന ജയരാമൻ ഗോപാൽജിയുടെ പ്രഖ്യാപനം കേട്ടു. അമൃതയ്ക്ക് കാതുകളെ വിശ്വസിക്കാനായില്ല. അച്ഛന്റെ പ്രഖ്യാപനം ഞെട്ടിച്ചു കളഞ്ഞത് സഞ്ജുവിനെയായിരുന്നു. ജയരാമ. ഗോപാൽജിയുടെ വിളി കേട്ട് ജയരാമൻ ചാരുപടിയിൽ നിന്ന് എഴുന്നേറ്റു. മോളെ പന്തലിലേക്ക് കൊണ്ടുപോവാ. സഞ്ജു അച്ഛന്റെ അടുത്തേക്ക് ഓടി വന്നു. ഗോപാൽജിയുടെ അരികിൽ ഇന്ദിരാദേവിയും ഉണ്ടായിരുന്നു. അച്ഛൻ എന്താ വിളിച്ചു പറഞ്ഞത്? അമ്പരപ്പ് വിടാതെ അവൻ ചോദിച്ചു. ഇത് നിന്റെ അമ്മയെടുത്ത തീരുമാനമാ. ചെറുചിരിയോടെ നിന്ന ഇന്ദിരാദേവിയെ അവൻ അവിശ്വസനീയതയോടെ നോക്കി. അമ്മയ്ക്ക് സമ്മത. സഞ്ജു കുനിഞ്ഞ് ഇന്ദിരാദേവിയുടെ പാദങ്ങളിൽ തൊട്ട് നെഞ്ചിൽ വെച്ചു. ജയരാമൻ അവരുടെ അടുത്തെത്തി. സാറേ. ജയരാമന്റെ സ്വരം വിറച്ചു. എപ്പോഴായാലും ഇത് നടക്കേണ്ടതല്ലേ? ഈ സമയം കണ്ടില്ല കേട്ടില്ലെന്ന് ഭാവിച്ചു പോയാൽ ഞങ്ങൾ മനുഷ്യരാണോ? താൻ മോളെയും കൂട്ടി വാ. സഞ്ജുവിന്റെ കൈ പിടിച്ച് ഗോപാൽജി നേരെ പന്തലിലേക്ക് പ്രവേശിച്ചു. വിതുമ്പി കരയുന്ന അനിയത്തിയെ ചേർത്ത് പിടിച്ചു നിന്ന അമൃതയുടെ അടുത്തേക്ക് ഇന്ദിരാദേവി ചെന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അമൃത അവരെ നോക്കി. വിഷമിക്കേണ്ട മക്കളെ, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. അമ്മേ. ഒരേ സ്വരത്തിൽ വിളിച്ച് രണ്ടുപേരും ഇന്ദിരാദേവിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ജയരാമൻ അവിടേക്ക് വന്നു നിന്നു. ജയരാമ, മോളെ കൊണ്ടുവാടാ. ഭദ്രന്റെ സ്വരം കേട്ടു. ചെല്ലു മോളെ. ഇന്ദിരാദേവി അമൃതയെ ജയരാമന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ചാരുതയെ ചേർത്ത് പിടിച്ചു. ജയരാമൻ അമൃതയുടെ കൈ പിടിച്ച് പന്തലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗോപാൽജിയും സഞ്ജുവും അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ചടങ്ങ് നടത്താൻ ജയരാമ. ഗോപാൽജി പറഞ്ഞു. മോതിരമാറ്റം വേണ്ടി സാറേ? ജയരാമൻ ചോദിച്ചു. അതിനാണോ പ്രയാസം? രണ്ടുപേരും മോതിരം ഊരിയിങ്ങതാ. ഗോപാൽജി പ്രതിവിധി കണ്ടു. സഞ്ജുവും അമൃതയും വിരലുകളിൽ കിടന്ന മോതിരങ്ങൾ അഴിച്ച് ഗോപാൽജിയുടെ കയ്യിൽ കൊടുത്തു. അയാൾ അത് അടുത്ത് നിന്ന ഭദ്രനെ ഏൽപ്പിച്ചു. ഇത് താലത്തിൽ കൊണ്ടുവയ്ക്ക്. ഭദ്രൻ മോതിരങ്ങൾ ഒരു താലത്തിൽ വെച്ച് അതിൽ പൂക്കൾ വാരിയിട്ട് നിലവിളക്കിന് മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. എണ്ണ പകർന്ന് വിളക്കിന്റെ തിരി നീട്ടി. സഞ്ജുവും അമൃതയും ഗോപാൽജിയും ജയരാമന്റെയും ഇന്ദിരാദേവിയുടെയും പാദങ്ങൾ തൊട്ട് തൊഴുതു. മണ്ഡപത്തിൽ രണ്ടുപേരും ഇരുന്നു.
പുതിയ കാഴ്ച കാണാൻ നാട്ടുകാർ കൗതുകത്തോടെ നിന്നു. ഗോപാൽജി നാട്ടുകാരുടെ നേരെ തിരിഞ്ഞു. എല്ലാം യാദൃശ്ചികമായതിനാൽ നമുക്ക് ചടങ്ങ് ലളിതമാക്കാം. എൻ്റെ മകൻ സഞ്ജു ഗോപാലും ജയരാമൻ്റെ മകൾ അമൃതയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഞങ്ങൾ രണ്ടു കൂട്ടരും ചേർന്ന് നിങ്ങളെ സാക്ഷിയാക്കി നടത്തുകയാണ്. താലത്തിൽ നിന്ന് അമൃതയുടെ മോതിരം എടുത്ത് ഗോപാൽജി സഞ്ജുവിൻ്റെ കയ്യിൽ കൊടുത്തു. സഞ്ജുവിൻ്റെ മോതിരം ജയരാമൻ എടുത്ത് അമൃതയ്ക്കും കൊടുത്തു. രണ്ടുപേരും പരസ്പരം മോതിരങ്ങൾ അണിയിച്ചു. അതോടെ ചടങ്ങ് അവസാനിച്ചു. സമ്മിശ്ര പ്രതികരണങ്ങളുമായി നാട്ടുകാർ ജയരാമൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ തുടങ്ങി. എന്നാൽ ഇനി ഊണാവാം, നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ. ഭദ്രൻ അവിടെ നിന്ന് പോയി. അയാൾ ആരാ? ഗോപാൽജി ജയരാമനോട് ചോദിച്ചു. അതാണച്ചാ കീരിപ്പാറ ഭദ്രൻ, ഒന്നാന്തരം ചട്ടമ്പിയ. ദേവി ടീച്ചറിന്റെ വല്യച്ഛൻ്റെ മോന. കുറഞ്ഞത് 1 ഡസൻ കേസെങ്കിലും അയാളുടെ പേരിലുണ്ട്. സഞ്ജുവാണ് മറുപടി പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ഒരുത്തൻ കൂടെയുള്ളത് ജയരാമന് തുണയായി. ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ലല്ലോ. സഞ്ജു സങ്കടപ്പെട്ടു. ഇതൊരു റിഹേഴ്സലായി മാത്രം കരുതിയാൽ മതി. ജയരാമന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതല്ലേ. ശരിക്കുള്ള എൻഗേജ്മെന്റ് ഞങ്ങൾ നടത്തും. അല്ലെങ്കിലേ എൻ്റെ ഇന്ദിരയുടെയും വീട്ടുകാർ ഞങ്ങളെ ജീവനോടെ കത്തിച്ചു കളയും. ഗോപാൽജി ഉറക്കി ചിരിച്ചു. ചാരുതയെ ചേർത്ത് പിടിച്ചു നിന്ന അമൃതയെ സഞ്ജു നോക്കി. പെയ്തു തുറന്ന മാനം പോലെയായിരുന്നു അവളുടെ മുഖം. ആളൊഴിഞ്ഞ കസേരകളിൽ ഒന്നിൽ ജയരാമൻ ചെന്നിരുന്നു. 23 വർഷം മുമ്പ് സ്നേഹിച്ച് താലി കെട്ടി ജീവിതത്തിന്റെ ഭാഗമായവൾ പോയിക്കഴിഞ്ഞിരിക്കുന്നു. മൃദുല ഇനിയില്ല. ഭാര്യയെന്ന് പറയാൻ പോലും അവളില്ല. അയാളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയത് ഹൃദയരക്തമായിരുന്നു. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയതെല്ലാം ജയരാമൻ നേടി. മരുഭൂമിയിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം, മക്കൾ, അവരുടെ നല്ല ഭാവി എല്ലാം തിരിച്ചു കിട്ടി. പുതിയ ബന്ധുക്കളായി. അമ്മയുടെ കുറവ് മക്കൾ അറിയില്ല. പക്ഷേ സ്വന്തം ജീവിതത്തിൽ താൻ തോറ്റുപോയി. ജീവിത സായാഹ്നത്തിലെ ഊന്നുവടി നഷ്ടമായിട്ട് ഇനി എന്ത് ജീവിതം? മാമ്പള്ളി വീടിന്റെ മുന്നിലെ റോഡിൽ കാർ നിന്നു. ഡോർ തുറന്നുകൊണ്ട് മഹേഷ് ഡ്രൈവറോട് പറഞ്ഞു, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. അതൊന്നും പറ്റുകയില്ല. എൻ്റെ ഇടപാട് തീർത്തുവിട്ടേക്ക്. സംഗതി പന്തികേടാണെന്ന് മനസ്സിലാക്കി ഡ്രൈവർ സമ്മതിച്ചില്ല. ഡോർ തുറന്ന് എല്ലാവരും പുറത്തിറങ്ങി. മണിയമ്മ കരച്ചിലോടെ വീട്ടിലേക്കോടി. മൃദുല കാറിനടുത്ത് തന്നെ നിന്നു. നീ ചെന്ന് ബാഗ് എടുത്തുകൊണ്ട് വാടി. നമുക്ക് ഈ വണ്ടിയിൽ ടൗണിലേക്ക് പോകാം. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. മോളെ മോഹിച്ചുപോയി. അമ്മയും കൊണ്ട് വന്നിരിക്കുന്നു. രമേശൻ മൃദുലയെ നോക്കി പരിഹസിച്ചു. ടാക്സി ചാർജ് കൊടുത്തിട്ട് മഹേഷ് തിരിഞ്ഞു നിൽക്കാതെ വീടിന് നേരെ നടന്നു. കാർ അവിടെ നിന്ന് പോയി. ഇതെന്റെ പേരിലുള്ള വീടാ. ഇവിടെ കണ്ട വേശ്യകളെ കയറ്റി താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ അങ്ങോട്ട് വാ മനുഷ്യ. മൃദുലയെ നോക്കി കാർ തുപ്പിയിട്ട് മഞ്ജു രമേശിന്റെ കൈ പിടിച്ച് വീടിന് നേരെ നടന്നു. വരാന്തയിൽ വെച്ച് മണിയമ്മ മകനുമായി ഏറ്റുമുട്ടുമ്പോഴാണ് തലകുനിച്ച് മൃദുല കയറി വരുന്നത് കണ്ടത്. നിൽക്കടി ഒരുമ്പെട്ടോളെ എവിടെ? നിനക്കെന്താടി ഇവിടെ കാര്യം? ഇവനെയും വിളിച്ചോണ്ട് എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോ. ഇവിടെ കയറി പൊറുക്കാമെന്ന് നീ കരുതണ്ട. മണിയമ്മ തുള്ളി വിറച്ചു. ആ തക്കത്തിന് മഹേഷ് അകത്തേക്ക് വലിച്ചു. കൂസാതെ മൃദുല വരാന്തയിൽ കയറി. പാഞ്ഞു വന്ന് മണിയമ്മ മൃദുലയുടെ മുഖത്തടിച്ചു. നീ എവിടെ പോണടി? ഞാൻ കുറ്റിച്ചൂലെടുക്കണ്ടെങ്കിൽ ഇറങ്ങാനാ പറഞ്ഞത്. അവർ പുറത്തേക്ക് വിറയ്ക്കുന്ന വിരൽ ചൂണ്ടി. മൃദുല ചലിക്കാതെ നിന്നു. പോടി നശിച്ചവളെ. മണിയമ്മ അവളെ പിന്നോട്ട് തള്ളി. ഞാൻ എവിടെ പോകാനാ? നിങ്ങളുടെ മോനാ എനിക്ക് ഈ ഗതി വരുത്തിയത്. മൃദുല ശബ്ദിച്ചു. മഞ്ജു വിറച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. മോൾക്ക് പറഞ്ഞു വെച്ച ചെക്കനെ വശീകരിച്ചെടുത്തിട്ട് നിന്ന് ചിലയ്ക്കുന്നോടി. കാമഭ്രാന്ത് കേറിയല്ലേടി നീ അവനെ വലയിലാക്കിയത്. എന്നിട്ട് അവനെ മോളോട് തലയിലും കെട്ടിവെക്കാൻ നോക്കി. നീ ഒരു സ്ത്രീയാണോടി? മൃദുലയെ ആക്രമിക്കാൻ തുനിഞ്ഞ മഞ്ജുവിനെ രമേശൻ പിടിച്ചു മാറ്റി. നിനക്ക് വല്ല സ്വന്തക്കാരോ ബന്ധുക്കാരോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ നോക്ക്. നീയും മഹിയും തമ്മിൽ നിയമപരമായി ഒരു ബന്ധവുമില്ല. അവനെ മോഹിച്ച് നീ ഇവിടെ നിൽക്കുകയും വേണ്ട. വഴിയിലെ പിടിച്ചിറക്കി വിടണ്ടെന്ന് കരുതിയായി ഇവിടെ എത്തിച്ചത്. അല്ലാതെ നിന്നെ ഇവിടെ വെച്ചു പുറപ്പിക്കാനല്ല. നിന്നേക്കാൾ 8-9 വയസ്സിന്റെ ഇളപ്പമുണ്ടവന്. എവിടേക്കാ പോണ്ടതെന്ന് വെച്ചാൽ പറ. ഒരു ഓട്ടോ വിളിച്ച് നിന്നെ കയറ്റിവിടാം. നീ ഓട്ടോയിൽ കയറിപ്പോയെന്ന് ഒരു തെളിവ് മാത്രം മതി ഞങ്ങൾക്ക്, രമേശൻ പറഞ്ഞു. ഞാൻ പോവില്ല. പോകാൻ മറ്റൊരിടം എനിക്കില്ല, മൃദുല പതുക്കെ പറഞ്ഞു. മഞ്ജു പ്രകോപിതയായി മൃദുലയുടെ കവിളിലടിച്ചു. മൃദുല കവിൾ പൊത്തിപ്പിടിച്ചു. ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന്. എന്ത്?
അവകാശമാ നിനക്കിവിടെയുള്ളത്? ഇതെന്റെ പേരിലുള്ള വീടാ. ഈ വീട്ടിൽ അമ്മയ്ക്കോ മഹിക്കോ അവകാശമില്ല. ഇറങ്ങടി. അറപ്പുള്ള ചീത്ത വാക്കുകൾ മഞ്ജുവിന്റെ നാവിൽ നിന്ന് വീണു. അവനെ കൂടി ഇറക്കിവിട്, ഞങ്ങൾ പോകാം. മൃദുല വിട്ടുകൊടുത്തില്ല. എടി. മഞ്ജു മുന്നോട്ട് വന്നു. എന്നെ തൊട്ടു പോകരുത്. ഇനി എന്റെ ദേഹത്ത് കൈവച്ചാൽ ഞാൻ നിലവിളിച്ച ആളെ കൂട്ടും. പേടിപ്പിക്കുന്നോടി. നീ ഞങ്ങൾക്ക് ആരുമല്ല. നിനക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യ്. ആളുകൾ വരട്ടെ. ഒരു ചെക്കനെ നീ വശീകരിച്ചെടുത്തത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. മഞ്ജു കലിതുള്ളി. ഞാനും മഹിയും തമ്മിൽ നിയമപരമായി ബന്ധമില്ലായിരിക്കും. പക്ഷേ ഞങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. 1-2 രൂപയല്ല, 3.5 കോടിക്ക് പുറത്ത്. നിന്റെ സുഖത്തിനു വേണ്ടി നീ അവന് കൊടുത്തതല്ലേടി. അല്ലാതെ ഗൾഫിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെടുന്നവന്റെ കാശ് ഏതെങ്കിലും പെണ്ണ് ആർക്കെങ്കിലും കൊടുക്കുമോ? സുഖിച്ചിട്ട് ആ കണക്ക് ഇവിടെ പറയണ്ട. മഞ്ജു തിരിച്ചടിച്ചു. എന്റെ സുഖത്തിനു വേണ്ടി ഞാൻ എടുത്തു കൊടുത്തതല്ല. അവിടെ വെച്ച് നിങ്ങൾ കേട്ടതിലപ്പുറം പലതും നടന്നിട്ടുണ്ട്. പണത്തിനു വേണ്ടി അവൻ എന്നെ ട്രാപ്പിൽപ്പെടുത്തിയതാ. പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത എന്റെ ചിത്രങ്ങൾ ഒളിഞ്ഞു നിന്നെടുത്ത് അത് വെച്ച് അവൻ എന്റെ ജീവിതം തകർത്തത്. മഞ്ജുവിന്റെ വാ അടഞ്ഞു. മുറിയിലിരുന്ന മഹേഷ് അത് കേൾക്കുന്നുണ്ടായിരുന്നു. രമേശൻ പുച്ഛത്തോടെ മഞ്ജുവിനെ നോക്കി. ആ ഫോട്ടോ പുറത്തുവിടുമെന്ന് പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. അവന് എന്റെ മോളെയൊന്നുമല്ല വേണ്ടിയിരുന്നത്, പണമാ. ജോലിയും കൂലിയുമില്ലാതെ നടന്ന നിങ്ങളുടെ മകൻ എങ്ങനെയാ ബിസിനസ് തുടങ്ങിയത്, സിനിമ പിടിച്ചത്, വില കൂടിയ കാറോ വാങ്ങിയത്? നിങ്ങൾ അന്വേഷിച്ചോ? ആരും ശബ്ദിച്ചില്ല. മണിയമ്മയുടെ മുഖം കുനിഞ്ഞു. ജയേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യവും അവൻ തട്ടിയെടുത്തു. എല്ലാം നേടിയിട്ട് നിങ്ങൾക്കെന്നെ ഇറക്കി വിടണമല്ലേ? നിങ്ങൾക്കെന്റെ ശവം മാത്രമേ പുറത്തു കൊണ്ടുപോകാൻ പറ്റൂ. മണിയമ്മ ഏങ്ങലടിച്ചു കരഞ്ഞു. ജയേട്ടൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ദിവസം എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ അവൻ വന്നതാ. ഞാൻ പോയില്ല. ഇപ്പോ അതിന് സമയമായെന്ന് കരുതിക്കോ. ഇനിയും എന്നെ ശിക്ഷിക്കാൻ വന്നാൽ എല്ലാം കാണിച്ച് അവന്റെ പേരിൽ ഞാൻ പരാതി കൊടുക്കും. എല്ലാത്തിനും തെളിവുണ്ട്. അവനെ മാത്രമല്ല, നിങ്ങളെ ഞാൻ പ്രതിയാക്കും. മൃദുല വെല്ലുവിളിയോടെ നിന്നു. അമ്മയ്ക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം. ഞങ്ങൾ കിട്ടുന്ന വിലയ്ക്ക് ഈ വീടും പറമ്പും വിൽക്കാൻ പോവാ. രമേശൻ ചേട്ടൻ ഇറങ്ങ്. കാര്യങ്ങൾ ഉദ്ദേശിച്ച വഴിക്ക് പോവില്ലെന്ന് മഞ്ജുവിന് മനസ്സിലായി. അവനെ കണ്ട് 2 വാക്ക് പറയാതെ പോയാൽ ഞാനൊരു ആണാണോടി? രമേശൻ അകത്തേക്ക് ചെന്നു. കട്ടിലിൽ മുഖം കുനിച്ച് മഹേഷ് ഇരിപ്പുണ്ട്. എടാ നായേ, നീ കാണിച്ച പത്രാസൊക്കെ ഒരു പാവം മനുഷ്യന്റെ കാശ് അപഹരിച്ചുകൊണ്ടായിരുന്നു. പരസ്യ കമ്പനി, സിനിമ, കാറ്, ഭൂ, അന്തസ്സായി കൂലിപ്പണിയെടുത്ത് ജീവിക്കാമായിരുന്നില്ലേടാ നിനക്ക്? മഹേഷ് കോപം കടിച്ചമർത്തി. പറ്റിച്ചുണ്ടാക്കുന്നതൊന്നും നിലനിൽക്കില്ലടാ. നീ ഒരു ഫ്രോഡാണെന്ന് ഒരുത്തൻ ഇവിടെ വന്ന് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മനസ്സിലായി. ഇന്ന് തന്നെ അവളെയും കൊണ്ട് ഇവിടെ നിന്ന് പോയിക്കോണം. ഇനി നിനക്കവളെ കൈയൊഴിഞ്ഞ് കളയാൻ പറ്റില്ലടാ. അവള് നിന്നെ പൂട്ടും. നിനക്കിത് തന്നെ വേണമെടാ. രമേശൻ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നു. പോയി തൂങ്ങിച്ചാവടാ. അയാൾ ഇറങ്ങിപ്പോയി. വരാന്തയിൽ വന്നപ്പോൾ മണിയമ്മ താഴെയിരുന്ന് കരയുന്നത് കണ്ടു. മഞ്ജു ബാഗുമായി വന്നു. നിങ്ങള് കൂടെ പോരുന്നുണ്ടോ? അവൻ ഇന്ന് ഇവളെ കൊല്ലും. നിങ്ങളും ജയിലിൽ പോകേണ്ടി വരും. വരുന്നെങ്കി വാ. വാടി ഇങ്ങോട്ട്. രമേശൻ ഇറങ്ങിപ്പോയി. മണിയമ്മ അവിടെ ഇരുന്ന് കരഞ്ഞതേയുള്ളൂ. രമേശനും മഞ്ജുവും മുറ്റത്തേക്ക് ഇറങ്ങി നീങ്ങി. മൃദുല അകത്തേക്ക് കയറിപ്പോയി. ജയരാമന്റെ വീട്ടുമുറ്റത്ത് ആളും ബഹളവും ഒഴിഞ്ഞു. പന്തലും കസേരകളും മാത്രമായി. ഹാളിൽ നിന്ന് ഗോപാൽജിയും ജയരാമനും പിന്നാലെ ഇന്ദിരാദേവിയും സഞ്ജുവും അമൃതയും ചാരുതയും പുറത്തു വന്നു. യാത്ര പറഞ്ഞിറങ്ങിയതായിരുന്നു അവർ. ഇനി ആലോചിക്കാനൊന്നുമില്ല. വീടിന്റെ മെയിൻ്റനൻസ് പണി ഉടനെ തീരും. നിങ്ങൾ മലമ്പുഴയിലേക്ക് ചെല്ല്. മാണിക്കോത്ത് തറവാട് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക. മുറ്റത്തിറങ്ങിയിട്ട് ഗോപാൽജി പറഞ്ഞു. ഇവിടെന്ന് ഞങ്ങൾക്ക് പോയേ പറ്റൂ. ജയരാമൻ പതുക്കെ പറഞ്ഞു. അതുടനെ വേണം. മാനസികമായി കുട്ടികളെക്കാൾ തളർന്നിരിക്കുന്നത് ജയരാമനാ. അവിടെ ചെന്ന് കയറുമ്പോൾ ഒരു മാറ്റം വരും. പഴയ കഥകളൊന്നും ഓർമ്മപ്പെടുത്താൻ ആരും അവിടെ ഉണ്ടാവില്ല. ഇന്ദിരാദേവി അനുകൂലിച്ചു. നാളെ പോയി കുട്ടികളുടെ TC വാങ്ങണം. ചാരുമോൾക്ക് അവിടെ ഒരു സ്കൂൾ കണ്ടുപിടിക്കണം. അമ്മുവിന്റെ കോളേജ് മാറ്റാനൊന്നും നിൽക്കുന്നില്ല. ജയരാമൻ മോളുടെ TC വാങ്ങ്. സ്കൂളൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരാം. ജയരാമൻ കൈകൂപ്പി. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സർ. ജയരാമന്റെ കണ്ണ് നനഞ്ഞു. അതിന്റെ കാര്യമൊന്നുമില്ലടോ. ഇനിയുള്ള കാലം സമാധാനത്തോടെ ജീവിക്കേ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ.
പോട്ടെ മക്കളെ. ഇന്ദിരാദേവി ചാരുതയെ ചേർത്ത് പിടിച്ചു. അവർക്ക് അവളോട് പ്രത്യേകമായൊരു വാത്സല്യം തോന്നി. ചാരുത സങ്കടത്തോടെ തലയാട്ടി. എല്ലാവരും കാറിനടുത്തേക്ക് നടന്നു. സഞ്ജു അമൃതയെ നോക്കി. കണ്ണുകൾ കൊണ്ടൊരു യാത്ര ചോദിക്കലായിരുന്നു അത്. നിങ്ങൾ മാണിക്കോത്തേക്ക് വന്നാലുടൻ ഞാൻ വരാം. കാറിൽ കയറാൻ നേരം ഇന്ദിരാദേവി പറഞ്ഞു. ശരിയമ്മേ. 3 പേരും കാറിൽ കയറി. കാർ പുറത്തേക്ക് പോയി. ജയരാമൻ സിറ്റൗട്ടിൽ കയറിയിരുന്നു. അയാൾക്കിരുവശത്തും അമൃതയും ചാരുവും ഇരുന്നു. വിഷമിക്കില്ലേ അച്ഛ? അമൃതയുടെ ഒച്ച നേർത്തു. എൻ്റെ മക്കൾ അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോൾ അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? ജയരാമൻ അവരെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾക്ക് അമ്മയില്ല. ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി. അങ്ങനെയേ ഞങ്ങൾ കരുതൂ. അമൃത പറഞ്ഞു. നമുക്കത് മറക്കാം മക്കളെ. അച്ഛന് മറക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അച്ഛൻ്റെ മനസ്സ് അങ്ങനെയാ. സ്നേഹിച്ചു പോയ ആരെയും വെറുക്കാൻ അച്ഛന് പറ്റില്ല. പക്ഷേ ആ സ്ത്രീ ചെയ്ത തെറ്റിന് ഞങ്ങളുടെ പക്കൽ മാപ്പില്ല. ഒരു മകൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നവരുണ്ടാവും. പറഞ്ഞോട്ടെ, അമ്മ എന്ന വാക്കിന് അർഹയല്ല അവർ. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അറപ്പും വെറുപ്പുമാ. അന്ന് അച്ഛൻ മരിച്ചു പോയെങ്കിൽ ഞങ്ങളുടെ വിധി എന്താവുമായിരുന്നു? ഞങ്ങളെ ജീവിക്കാൻ അയാൾ അനുവദിക്കില്ലായിരുന്നു. എല്ലാത്തിനും ആ സ്ത്രീ കൂട്ടുനിന്നേനെ. അയാൾ ഞങ്ങളെ നശിപ്പിച്ചാൽ പോലും ആ സ്ത്രീ സാരമില്ലെന്ന് പറയും. അമൃത വിതുമ്പിക്കരഞ്ഞു. ജയരാമന്റെ ഉള്ള പ്രകമ്പനം കൊണ്ടു. എത്ര ദീർഘവീക്ഷണത്തോടെയാണ് അവൾ ചിന്തിക്കുന്നത്. അവരെ ഓർത്ത് അച്ഛൻ വിഷമിക്കരുത്. ഇല്ല മോളെ, അവളോട് എല്ലാം പറയണമെന്ന ഒരു സമയത്ത് ഞാൻ തീരുമാനിച്ചിരുന്നു. അവൾക്കൊരു പ്രായശ്ചിത്തം തോന്നുവാണെങ്കിൽ നിങ്ങൾ അറിയാതെ ദൂരെ എവിടെയെങ്കിലുമുള്ള ഒരു ഓർഫണേജിൽ കൊണ്ടെത്തിക്കാമെന്ന് ഞാൻ കരുതി. ചാരുതയും അമൃതയും അമ്പരപ്പോടെ അയാളെ നോക്കി. ഒന്നുമല്ലെങ്കിലും അച്ഛൻ താലി കെട്ടിയതല്ലേ അവളെ? എൻ്റെ 2 മക്കളെ പ്രസവിച്ചു തന്നവൾ. പക്ഷേ പിന്നീട് അച്ഛൻ ആ തീരുമാനം മാറ്റേണ്ടി വന്നു. ജയരാമൻ പിന്നീടൊന്നും പറഞ്ഞില്ല. ഇനിയൊരു ഷോക്ക് അവർക്കുണ്ടാവാൻ പാടില്ല. ഭദ്രന്റെ ബുള്ളറ്റ് ബൈക്ക് ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. അമൃതയും ചാരുതയും എഴുന്നേറ്റു ബൈക്കിൽ നിന്നിറങ്ങി. ഭദ്രൻ വെറ്റിലച്ചാറ് നീട്ടിത്തുപ്പി ചുണ്ടു തുടച്ച് കയറി വന്നു. അവൻ അവളെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് തന്നെയാ പോയത്. അവൾ അവന്റെ കൂടെയുണ്ട്. ഭദ്രൻ ചാരുപടിയിലിരുന്നു. അവൻ അവളെ കൂടെ പൊറപ്പിക്കുമെന്ന് ഭദ്രൻ കരുതുന്നുണ്ടോ? അവൻ അവളെ തള്ളിക്കളയാനൊന്നും ഇനി പറ്റില്ല. അവൾ അവനെ വിട്ടുപോവാനും പോകുന്നില്ല. നാട്ടിൽ നിൽക്കാൻ പറ്റാത്തോണ്ട് അവൻ അവളെയും കൊണ്ട് മറ്റെവിടേക്കെങ്കിലും പോകും. അവന്റെ കൊക്കിലെ പിടി ഇനി അവൾ വിടില്ല ജയരാമ. ഭദ്രൻ പൊട്ടിച്ചിരിച്ചു. അമൃതയും ചാരുതയും അകത്തേക്ക് പോയി. നീ മാനം കാത്തു ജയരാമ. നാട്ടുകാരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വന്നില്ല. പെണ്ണിന്റെ നിശ്ചയം നടന്നില്ലേ? നിന്റെ മക്കള് ഭാഗ്യമുള്ളവരാ. ജയരാമൻ മിണ്ടാതിരുന്നു. ആ കൊച്ചിന്റെ മുമ്പിൽ ഞാനങ്ങ് നമിച്ചു. അല്ല ജയരാമ, വിനീൻ മാഷിനെ ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ. ഇപ്പോഴാ ഞാനത് ഓർത്തത്. എനിക്കറിയില്ല. ഇനി അടിച്ച് ബോധം കെട്ടി കിടക്കുവാണോ? ഞാനൊന്ന് കയറി നോക്കിയിട്ട് വരാം. ഭദ്രൻ എഴുന്നേറ്റു. ബുള്ളറ്റിൽ കയറി ഭദ്രൻ പട്ടത്താനം വീടിന് മുന്നിലെത്തിയപ്പോൾ ഒരു ഓട്ടോ വന്ന് അവിടെ നിന്നു. വിനീൻ മാഷ് ഓട്ടോയിൽ നിന്നിറങ്ങുന്നത് ഭദ്രൻ കണ്ടു. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഭദ്രൻ അങ്ങോട്ട് ചെന്നു. നിങ്ങൾ ഇവിടെ എങ്ങും ഇല്ലായിരുന്നു? ചിരിയോടെ ഭദ്രൻ ചോദിച്ചു. വിനീൻ മാഷ് അയാളുടെ മുഖത്തേക്ക് നോക്കി. ഭദ്രന്റെ ചിരിയുടെ അർത്ഥം അയാൾക്ക് മനസ്സിലായില്ല. ഞാൻ ഏട്ടന്റെ വീട് വരെ പോയതാ. അപരിചിതമായ സ്വരത്തിൽ വിനീൻ മാഷ് പറഞ്ഞു. ജയരാമന്റെ വീട്ടിൽ സംഭവിച്ചതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? എന്ത്? കൊള്ളാം. ഇടിവെട്ട സംഭവങ്ങളായിരുന്നു. മോതിരമാറ്റത്തിന് പന്തലിൽ വന്ന പെണ്ണ് വിളിച്ചു പറഞ്ഞത് പയ്യനും അവളുടെ അമ്മയുമായിട്ടുള്ള കെട്ട് അവിടെ വെച്ച് നടത്തണമെന്ന. വിനയൻ മാഷിനൊരു ഉൾക്കിടലമുണ്ടായി. മനസ്സിലായില്ലേ? മൃദുലയും മഹിയും തമ്മിലുള്ള അവഹിത ബന്ധം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയാനാ അങ്ങനെയൊരു ചടങ്ങ് പ്ലാൻ ചെയ്തത്. താൻ കരുതിയത് തന്നെ സംഭവിച്ചെന്ന് വിനയൻ മാഷിന് മനസ്സിലായി. നടന്ന കാര്യങ്ങളെല്ലാം ഭദ്രൻ വിവരിച്ചു. മഹിയുടെ കൂടെ മൃദുലയെ ഞാൻ കയറ്റിവിട്ടു. ജയരാമന്റെ മോളുടെ വിവാഹ നിശ്ചയവും നടന്നു. അവളുടെ കൂടെ പഠിക്കുന്ന സഞ്ജു എന്ന പയ്യനുമായിട്ട്. എല്ലാം നടത്തിക്കൊടുത്തത് ഞാനാ. ഭദ്രന്റെ ചിരി അയാളുടെ കാതിൽ മാറ്റല് കണ്ടു. വിനയൻ മാഷിന് തളർച്ച തോന്നി. മൃദുലയെ നീ കുടിയിറക്കി. മോളുടെ വിവാഹ നിശ്ചയവും നടത്തി. എല്ലാ അർത്ഥത്തിലും നീ ജയിച്ചു. ഇനി നിനക്ക് ദേവി പാർവതി എന്ന പാരിജാതത്തെ സ്വന്തമാക്കാം. വിനയൻ മാഷിന്റെ ഉള്ളിൽ കനലെരിഞ്ഞു. അയാൾ പിന്നെ അവിടെ നിന്നില്ല. ഇയാൾക്കിതെന്താ പറ്റിയേ?
ഭദ്രൻ തല ചൊറിഞ്ഞു. ചിന്തിച്ചാൽ അന്തമില്ല, ചിന്തിച്ചില്ലേലൊരു കുന്തവുമില്ല എന്ന ന്യൂജൻ സിനിമയുടെ സെറ്റിലായിരുന്നു സോനു. മറ്റൊരു ഹീറോയിനെ വെച്ച് ഷൂട്ട് പ്ലാൻ ചെയ്ത പ്രോജക്റ്റിൽ പെട്ടെന്നായിരുന്നു സോനുവിന് നറുക്ക് വീണത്. സ്ക്രിപ്റ്റ് റൈറ്റർ ഗോപി കൃഷ്ണന്റെ മൂവിയായിരുന്നു അത്. അയാളാണ് സോനുവിനെ വിളിച്ചത്. ഉച്ചയ്ക്ക് തുടങ്ങിയ സീൻ തീർന്നപ്പോൾ 5 മണിയായി. അവൾക്ക് ചായ കൊടുത്തിട്ട് ഭാമിനി പറഞ്ഞു, എന്തൊരു പേരാ സിനിമയ്ക്കിട്ടിരിക്കുന്നത്, അന്തവുമില്ല കുന്തവുമില്ല. ആ വൃത്തികെട്ടവന്റെ സിനിമയുടെ പേര് മനോഹരമായിരുന്നു. എന്നിട്ടെന്തായി? ചായ മുത്തിയിട്ട് സോനു ചോദിച്ചു. ഇപ്പോൾ സിനിമയ്ക്ക് കഥയൊന്നും വേണ്ടല്ലോ. സിനിമ കൂടുതലും കാണുന്നത് ചെറുപ്പക്കാരും. അവർക്കിഷ്ടമായാൽ സിനിമ വിജയിച്ചു. അതിനു വേണ്ട ചേരുവകളൊക്കെ ഈ മൂവിയിലുണ്ട് മമ്മി. നീ ഇതിൽ ജോയിൻ ചെയ്തത് ചന്ദ്രദാസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അയാളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെന്നാണ് ഇപ്പോൾ ആശ്വസിക്കുന്നത്. മഹേഷിന്റെ മറ്റൊരു പതിപ്പ് അയാൾ. എനിക്കിനി അങ്ങനെ സിനിമ വേണ്ട. ഇവരെ നോക്കും മമ്മി, എത്ര സൗഹൃദത്തിലാണ് പെരുമാറുന്നത്. ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കും. ശരിക്കും ഒരു കോളേജ് ക്യാമ്പസ് പോലെയാ. പെണ്ണിന്റെ ശരീരത്തിൽ അവരാരും നോക്കുന്നില്ല. ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അവൾ പറയുന്നത് സത്യമാണെന്ന് ഭാമിനിക്കും അറിയാമായിരുന്നു. സോനുവിന്റെ സെൽ റിങ് ചെയ്തു. അവൾ ടേബിളിൽ നിന്ന് ഫോൺ എടുത്തു. ആരാ? ഭാമിനി ജിജ്ഞാസ കാണിച്ചു. സഞ്ജുവാ. എടുക്ക്. ഭാമിനി ധൃതി കൂട്ടി. സോനു കോൾ എടുത്തു. ഹായ് സഞ്ജു. സോനു എവിടെയാ? എനിക്ക് നല്ലൊരു മൂവി കിട്ടി, എറണാകുളത്തുണ്ട്. അതിൻ്റെ ലൊക്കേഷനില്ല. ഓൾ ദി ബെസ്റ്റ് സോനു. ആ സിനിമ വലിയ വിജയമാവട്ടെ. താങ്ക് യു. പിന്നെ അയാളെപ്പറ്റി വല്ല വിവരവും കിട്ടിയോ? എൻഗേജ്മെന്റ് കഴിഞ്ഞോ? അത് പറയാനാണ് ഞാൻ സോനുവിനെ വിളിച്ചത്. ആ പെൺകുട്ടിയുമായി അവൻ്റെ എൻഗേജ്മെന്റ് നടന്നില്ല. അവൻ അണിഞ്ഞൊരുങ്ങി വന്നു. അവളുടെ അമ്മയെ കൊണ്ട് അവന് മടങ്ങേണ്ടി വന്നു. സഞ്ജുവിൻ്റെ ചിരി കേട്ടു. സോനു സ്പീക്കർ ഓൺ ചെയ്തു. എന്താ സഞ്ജു? അവൾ ഭാമിനിയെ നോക്കി. ജയരാമന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഓരോന്നായി അവളുടെ കാതിൽ വീണു. ഭാമിനിയുടെ മുഖം തീക്കനൽ പോലെ ജ്വലിച്ചു. അമൃതയുമായിട്ടുള്ള വിവാഹ നിശ്ചയം മാത്രം അവൻ അവളോട് പറഞ്ഞില്ല. ഇപ്പോൾ 2 പെൺമക്കളുടെ അമ്മയായ ആ സ്ത്രീ അവൻ്റെ വീട്ടിലുണ്ട്. അവന് ആ സ്ത്രീയെ വിട്ടുകളയാൻ പറ്റില്ല. അവരുടെ ഭർത്താവും പെൺമക്കളും താമസം മാറി ദൂരെ എവിടെയോ പോകാനുള്ള ഒരുക്കത്തില. ഭാമിനി അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. സഞ്ജു, ഞാൻ ഭാമിനിയാ. പറയാൻറ്റി, അയാളാണോ അവന് പണം കൊടുക്കാമെന്ന് പറഞ്ഞത്? ഞാനത് ആൻറ്റിയോട് ഒരിക്കൽ വ്യക്തമായി പറഞ്ഞതല്ലേ. അയാളും മക്കളും കൂടി അവനെ ട്രാപ്പിൽപ്പെടുത്തിയത്. ആൻറ്റിക്ക് തരാനുള്ള 1.5 കോടി പോയിട്ട് 1 രൂപ പോലും അവൻ്റെ കയ്യിലില്ല. എന്തായാലും അവൻ ഇനി നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. അവൻ സ്ഥലം വിടും. കൂടെ ആ സ്ത്രീയും ഉണ്ടാവുമോ ഇല്ലയോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഭാമിനി വിറങ്ങലിച്ചു നിന്നു. ആ സിനിമ പുറത്തിറങ്ങി ഫ്ലോപ്പായി പോയതാന്ന് ആൻറ്റി സമാധാനിക്ക്. അങ്ങനെ ആശ്വസിക്കാനല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഭാമിനി കോൾ കട്ട് ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങോട്ട് വന്നു. സോനു, ഷോട്ട് റെഡി. സോനു അവൻ്റെ കൂടെ പോയി. ഭാമിനി ബാഗിൽ നിന്ന് ഫോൺ എടുത്തു. ജയന്തന്റെ നമ്പറിലേക്ക് വിളിച്ചു. ജയന്തന്റെ സ്വരം വന്നു. ജയന്ത, നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി. മറ്റന്നാൾ പണം അക്കൗണ്ടിൽ വരുമെന്നല്ലേ നീ പറഞ്ഞത്? അത് പോയി ജയന്ത. ഭാമിനിയുടെ കണ്ടമിടറി. ഇന്ന് ഞായർ. അവൻ തന്ന അവധി ബുധന. അവൻ്റെ വിവാഹ നിശ്ചയം നടത്തിയിട്ടുണ്ടാവും. ആ പെണ്ണിൻ്റെ വീട് തേടി ഞാൻ പോകാം. ആ വിവാഹ നിശ്ചയം നടന്നിട്ടില്ല. ഭാമിനി അറിഞ്ഞ കാര്യങ്ങൾ ജയന്തനോട് പറഞ്ഞു. അവൻ സ്ഥലം വിട്ടു പോകുമെന്ന കാര്യം ഉറപ്പാ. അവൻ ജീവിച്ചിരിക്കുന്നത് നമുക്ക് ആപത്താ. പണം പോട്ടെ എന്ന് വെക്കാം. എൻ്റെ മോളുടെ ഭാവി തീർത്തു കളയാൻ പറ്റുന്ന ആ വീഡിയോസ് അവൻ്റെ കയ്യിലുണ്ടെന്ന് ഉറപ്പാ. സുരക്ഷിതമായ ഒരിടത്ത് എത്തിയിട്ട് അവനത് പുറത്തുവിട്ടാൽ അതോടെ തീർന്നില്ലേ എല്ലാം? ഭാമിനി വിറച്ചുകൊണ്ടിരുന്നു. അവനത് ചെയ്യും. അത്രയ്ക്ക് വൃത്തികെട്ടവനാവൻ. അവളുടെ വളർച്ച അവന് സഹിക്കാനാവില്ല. അവൻ ജീവിച്ചിരിക്കരുത്. ആ ചതിയൻ എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടുപിടിച്ച് കൊന്നുകളയണം. കിതപ്പോടെ ഭാമിനി തുടർന്നു. കൊല്ലണം ജയന്ത അവനെ. അതിനെത്ര പണം വേണമെങ്കിലും ഞാൻ ഇറക്കാം. ആരെയെങ്കിലും കൊണ്ട് എനിക്ക് വേണ്ടി നീ അത് ചെയ്തു തരണം. അവൻ്റെ നാട്ടിലുള്ള ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്താൽ മതി. അവൻ്റെ മരണവാർത്ത കേൾക്കാതെ എനിക്ക് സമാധാനമുണ്ടാവില്ല. നീ ഫോൺ വെച്ചോ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. കോൾ കട്ടായി. നാളെ അവനുണ്ടാവരുത്. തീച്ചൂള പോലെ ഭാമിനി ജ്വലിച്ചു. അടുത്ത ഭാഗം നാളെ.